സ്വാഗതം ലോകമെമ്പാടുമുള്ള മലയാളി ഫുട്ബോൾ പ്രേക്ഷകരെ കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സൂപ്പർ ലീഗ് കേരളയുടെ രണ്ടാം സീസണിന്റെ ആദ്യ സെമി ഫൈനൽ പോരാട്ടം ആരംഭിക്കുന്നു. In the Corporation Stadium in Calicut, it is Calicut Football Club versus the Kannur Warriors Football Club. ആവേശഭരിതമായ കോഴിക്കോട്ടെ ഫുട്ബോൾ അന്തരീക്ഷത്തിലേക്ക് ലോകമെമ്പാടുമുള്ള മലയാളി ഫുട്ബോൾ പ്രേക്ഷകരെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. റെഫറി തേജസിന്റെ കിക്ക് ഓഫീസിൽ മുഴങ്ങുന്നു. കാതടപ്പിക്കുന്ന ആരവങ്ങൾക്ക് നടുവിൽ കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ സൂപ്പർ ലീഗ് കേരളയുടെ രണ്ടാം സീസണിന്റെ ആദ്യ സെമി ഫൈനലിന് പന്തുരുളുന്നു. കണ്ണൂർ വാരിയേഴ്സിനെ നേരിടുകയാണ് കാലിക്കറ്റ് FC. സിനാനിന്റെ മുന്നേറ്റം തടയുന്നു. ലോങ് റേഞ്ചർ അർജുന്റെ ഒരു ലോങ് റേഞ്ചർ ശ്രമം. വളരെ ദൂരത്തേക്കാണ് ആ പന്ത് പോകുന്നെങ്കിലും ഒരു ലോങ് റേഞ്ചർ എടുക്കാനുള്ള ഒരു ശ്രമം. ആദ്യ മഞ്ഞക്കാട് റഫറി തേജസ് ഇവിടെ വെളിയിലെടുത്തിരിക്കുകയാണ്. ഐ തിങ്ക് കണ്ണൂർ വാരിയേഴ്സിന്റെ ജേഴ്സി നമ്പർ 10 അസിയർ ഗോമസിനാണ്. ലൗസാംബ ക്യാപ്റ്റൻ, കണ്ണൂരിന്റെ ക്യാപ്റ്റൻ ലൗസാംബയാണ് പിറകിൽ നിന്ന് പിടിച്ചു വലിച്ച് ആസിഫിനെ പിറകിൽ നിന്ന് പിടിച്ചു വലിച്ച് നിർത്തി വീഴ്ത്തുന്നത്. അതിനാണ് യെല്ലോ കാർഡ്. പ്രശാന്തിന്റെ ലോ കോർണർ. നമ്മളൊരു വണ്ടർ ഗോൾ നമുക്ക് മിസ്സായി എന്ന് പറയാം. എന്തൊരു പ്ലാനിംഗ് ആണെന്ന് നോക്കുക. What a planning, man! ഇതേ മൈതാനത്ത് ഈ സീസണിൽ ഒരു SLK ഗോൾ തിരുവനന്തപുരം കൊമ്പൻസിനെതിരായ കാലിക്കറ്റിന്റെ മത്സരത്തിൽ മാച്ച് വിന്നിംഗ് ഗോൾ നേടി. കഴിഞ്ഞ കോർണർ നമ്മൾ കണ്ടു, അതായിരുന്നു ബാക്ക് ഫ്ലിക്ക് വന്ന കോർണർ. നേരെ ഉയർത്തി നല്ല കോർണർ തന്നെ. ഗോൾ കീപ്പർ അത് പ്രോപ്പറായിട്ട് ക്ലിയർ ചെയ്തോ എന്ന് ചോദിച്ചാൽ നല്ല ക്ലിയറൻസ് അല്ല, പഞ്ച് ചെയ്തു. പക്ഷെ ബോക്സിന്റെ അവിടെ തുടങ്ങാം. കൈയോട്ടം പറഞ്ഞു വെച്ച കീപ്പർ അത് കൃത്യമായി പഞ്ച് ചെയ്തോ എന്നുള്ളൊരു സംശയം, കുറച്ച് അഡ്വാൻസ് ആയി പോയി എന്നൊരു സംശയമുണ്ട്. അടുത്ത യെല്ലോ വരും എന്ന് ഉറപ്പാണ്. റഫറി യെല്ലോ കാർഡ് വെളിയിൽ എടുത്തിരിക്കുന്നു. 100% യെല്ലോ കാർഡാണത്. അതിനുശേഷം എന്തിനാണ് തർക്കിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഇത്രയും സീരിയസ് ആയ ഒരു ഫൗള് ചെയ്തിട്ട് അതും സിനാന്റെ മുന്നേറ്റം നല്ല മുന്നേറ്റമായിരുന്നു. അത് അർജുന്റെ ഫോർവേഡ് ബോൾ, പക്ഷേ കീൻ ലൂയിസിനെ ഓടാൻ ശ്രമിക്കാതെ ഇടിച്ചു വീഴ്ത്തുന്ന തേർഡ് യെല്ലോ കാർഡ്. ഇടവേളയ്ക്ക് പിരിയുന്നതിന് മുൻപ് കാലിക്കറ്റിന്റെ മൂന്നാമത്തെ ഡിഫൻഡറും യെല്ലോ കാർഡ് കാണുകയാണ്. ദിസ് ടൈം അലക്സിസ് സോസ. മനോജിന്റെ ലോങ് ത്രോ വരികയാണ്. മിസ് ക്ലിയറൻസ് ആണ്. പെനാൽറ്റി ബോക്സിൽ 2 തവണ അത് പോസ്റ്റിലേക്ക് അടിക്കാൻ കണ്ണൂരിന് അവസരമുണ്ടായിരുന്നു. ആദ്യം കീൻ ലൂയിസ് അടിക്കുന്നു, ആടി ബ്ലോക്ക് ചെയ്തപ്പോൾ വീണ്ടും കണ്ണൂരിന്റെ ചുവന്ന കുപ്പായക്കാരൻ രണ്ടാമത്തെ വെടി പൊട്ടിക്കുന്നു, അത് ബ്ലോക്ക് ചെയ്യപ്പെടുന്നു. എനിക്കൊന്ന് രണ്ടാമത്തെ വെടി പൊട്ടിച്ചത് നിക്ലാസ് ആണ്. എന്തായാലും 2 വെടിയും അവിടെ കൃത്യമായി തടയപ്പെട്ടിരുന്നു. ലീഗിൽ 21 ഗോൾ അടിച്ച കാലിക്കറ്റ് FCയും 13 ഗോൾ അടിച്ച കണ്ണൂർ വാരിയേഴ്സും സെമി ഫൈനലിന്റെ കളിക്കളത്തിൽ ഏറ്റുമുട്ടിയപ്പോൾ ആദ്യ പകുതിയിൽ ഗോൾ അടിക്കാൻ മറന്ന കാഴ്ചയാണ് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ. ഹാഫ് ടൈം സ്കോർ here in the Corporation Stadium in Calicut in the semi-final one of the Super League Kerala. It is Calicut FC 0, Kannur Warriors 0. കാത്തിരിക്കാം ഈ മത്സരത്തിന്റെ രണ്ടാം പകുതിക്കായി. ഒരിക്കൽ കൂടി ലോകമെമ്പാടുമുള്ള മലയാളി ഫുട്ബോൾ പ്രേക്ഷകരെ കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലെ ആവേശഭരിതമായ അന്തരീക്ഷത്തിലേക്ക് സൂപ്പർ ലീഗ് കേരളയുടെ രണ്ടാം സീസണിന്റെ ആദ്യ സെമി ഫൈനലിന്റെ രണ്ടാം പകുതിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കാലിക്കറ്റ് FCയും കണ്ണൂർ വാരിയേഴ്സും ഗോളുകളൊന്നും അടിക്കാതെ ഗോൾ രഹിത സമനിലയിൽ തന്നെ തുടരുകയാണ്. എന്തായാലും ആഷിഖ് വന്നതിന് ശേഷം നല്ലൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. ഇന്റർസെപ്ഷൻ ആൻഡ് ഔട്ട് സ്വിംഗ് പാസ്. പക്ഷേ ഗോൾ കീപ്പറുടെ ബിഗ് മിസ്. വെമ്പിപ്പോയി. അവിടെ എന്താണ് എനിക്ക് തോന്നുന്നു, അച്ഛലാണോ? അത് അച്ഛലാണ് തോന്നുന്നു. യെസ്, അച്ഛലാണ്. കൺഫ്യൂസ്ഡ് ആയി അവിടെ. ഗോൾ കീപ്പറുടെ ഒരു ബിഗ് മിസ്സാണത്. വലിയൊരു മണ്ടത്തരമാണ്. ആ ടൈം കളയാതെ പോസ്റ്റിലേക്ക് അത് കോരിയിടാമായിരുന്നു ആ അച്ഛലിന് പകരം. അവിടെ ആശയക്കുഴപ്പത്തിൽ പെട്ട് ആ പന്ത് അവിടെ നഷ്ടപ്പെടുത്തുകയാണ്. യെസ്, പക്ഷേ അതിന് മുന്നേ ഗോൾ കീപ്പറുടെ രക്ഷപ്പെടുത്തൽ കൃത്യമായി മുന്നിലേക്ക് വന്നു. പക്ഷേ കൃത്യമായ ഒരു ക്ലിയറൻസ് ലഭിച്ചിരുന്നില്ല. അത് ക്രോസ് എന്ന് അതിനെ വിളിക്കാമോ എന്നൊരു സംശയമുണ്ട്. അതൊരു പവർഫുൾ അടി തന്നെയാണ്. ഈവൻ ദോ അതൊരു ക്രോസ് വേഡ് ആയിട്ടാണ് പോകുന്നെങ്കിൽ പോലും ഇറ്റ്സ് എ പവർഫുൾ ഹിറ്റ്.
റിയാസിനെ എടുത്ത് ഫുൾ ബാക്ക് ആയിട്ടാണ് കാലിക്കറ്റ് FC നിലയിൽ ഇപ്പോൾ കാണുന്നത്. എടുത്ത് ഫുൾ ബാക്ക് പൊസിഷനിൽ റിയാസ് വന്നിട്ടുണ്ട്. കണ്ണൂരിന്റെ മുന്നേറ്റം ഷിജിനെ ബ്ലോക്ക് ചെയ്യുകയാണ്. And it's a penalty for Kannur. I think it's a penalty for Kannur. ആ പേര് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, റിയാസ് നമ്പർ 18 ഇടത് ഫുൾ ബാക്കായി വന്നു എന്ന് പറഞ്ഞ് മാത്രമേ ഉള്ളൂ. അപ്പോൾ തന്നെ റിയാസിന്റെ കാലിൽ നിന്നുമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സിനാൻ, മുഹമ്മദ് സിനാൻ, സിനാന്റെ പെനാൽറ്റി അത്ര മികച്ചതായിരുന്നില്ല. ഗോൾ കീപ്പർ ഹജ്മൽ റൈറ്റിലേക്ക് ചാടി, എന്നിട്ടും ഹജ്മലിന് അത് തടുക്കാനായില്ല എന്ന നിരാശയാണ്. സോ സിനാന്റെ പെനാൽറ്റി ഗോൾ ഇൻസൈഡിലേക്ക് പോകുന്നു, വലയുടെ അകത്തേക്ക്. കണ്ണൂർ ലീഡ് ചെയ്യുന്നു ഈ സെമി ഫൈനലിൽ അഗൈൻസ്റ്റ് കാലിക്കറ്റ് ഇൻ സെമി ഫൈനൽ 1. സിനാന്റെ പെനാൽറ്റി ഗോളിലൂടെ ഇറ്റ് ഈസ് കണ്ണൂർ വാരിയേഴ്സ് 1 കാലിക്കറ്റ് FC 0. Oh, danger! Chance for 2! Oh, Sinan, what a miss! ഗോൾ കീപ്പർ ഹജ്മലിന്റെ വലിയ ഒരു പിഴവായിട്ട് അത് മാറിയാണ്. പക്ഷെ അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ സിനാന് കഴിയാതെ പോയത് വലിയ ഒരു പോരായ്മയാണ്. ഈസിലി അത് രണ്ടാമത്തെ ഗോളായി കണ്ണൂരിന് മാറ്റിയെടുക്കാൻ കഴിയുമായിരുന്നു. ക്രൂഷ്യൽ ഡിഫൻസീവ് ഹെഡർ ഫ്രം നിക്കോളാസ്. വെരി ക്രൂഷ്യൽ. അത് കണ്ണൂർ ഹോട്ടൽ മുറിയിൽ നിന്ന് ചാടിയപ്പോൾ ഇന്ന് തിരുവനന്തപുരം ചിലപ്പോൾ ഹോട്ടൽ മുറിയിൽ നിന്ന് ചാടുന്നുണ്ടാകും. കാരണം അത് ഫുട്ബോൾ ആണെങ്കിൽ പോലും അങ്ങനെ പറഞ്ഞു പോകേണ്ട ഒരു അവസ്ഥയാണ്. ഫൈനൽ വിസിൽ മുഴങ്ങുന്നു. കണ്ണൂർ വാരിയേഴ്സ് സൂപ്പർ ലീഗ് കേരളയുടെ ആദ്യ സെമി ഫൈനലിൽ കാലിക്കറ്റ് FC അട്ടിമറിഞ്ഞിരിക്കുന്നു. നിലവിലുള്ള ചാമ്പ്യന്മാരും ഈ സീസണിലെ ലീഗ് ടോപ്പറുമായ കാലിക്കറ്റ് FCക്ക് സെമി ഫൈനലിൽ അപ്രതീക്ഷിതമായി കാലിടറുമ്പോൾ കണ്ണൂർ വാരിയേഴ്സ് സൂപ്പർ ലീഗ് കേരളയുടെ ഫൈനലിലേക്ക് ഇതാദ്യമായി യോഗ്യത നേടുന്നു. കണ്ണൂർ വാരിയേഴ്സ് നിർണായക മത്സരത്തില് സെമി ഫൈനലില് കാലിക്കറ്റിൽ വെച്ചിട്ട് കോഴിക്കോടിനെ ലീഗിലെ ടോപ്പേഴ്സിനെ 21 ഗോൾ അടിച്ച ടീമിനെ ഒരു ഗോൾ പോലും വഴങ്ങാതെ ക്ലീൻ ഷീറ്റുമായി ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു. The full time here in the Calicut Corporation Stadium in the first semi-final. It is Calicut FC 0, Kannur Warriors 1. Kannur into the finals of the Super League Kerala Season 2.